ഹായ് എവരിവൺ. ഇന്നലെ വൈകുന്നേരം തന്നെ നമുക്ക് ഫൈനൽ ആൻസർ കീ വന്നിരുന്നു. അപ്പോൾ ഇനി എന്ന് റിസൾട്ട് ഉണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും. ആൻസർ കീയുടെ ലിങ്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് നൽകിയിട്ടുണ്ട് 19/2 പബ്ലിഷ് ചെയ്ത കറക്റ്റഡ് ആൻസർ കീ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി പബ്ലിഷ് ചെയ്ത ആൻസർ കീയിൽ പേപ്പർ 1-ലൊന്നും ചോദ്യങ്ങളൊന്നും ഡിലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് പോലെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 120 ബേസ് ചെയ്ത് തന്നെയായിരിക്കും. എന്നാൽ ബോട്ടണിയുടെ ഉദാഹരണം എടുത്താൽ ഒരു ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പൊതുവെ വരുന്നൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് എനിക്ക് 115 കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആവുമോ എന്നൊക്കെ കുറേ പേര് കമന്റിലൂടെ ചോദിക്കാറുണ്ട്. ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ട്? ബോട്ടണി നോക്കിക്കഴിഞ്ഞാൽ 119 ചോദ്യമാണുള്ളത്. അപ്പോൾ അതിൻ്റെ 40% മതിയാവും പാസ്സാകാന്ന് ഓർക്കുക. അതുപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ടോട്ടൽ 119 ജനറൽ പേപ്പറിന്റെ 120 കൂടി കൂട്ടുമ്പോൾ 239 239ന്റെ 48% വേണ്ടത്. ഇത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ആണെങ്കിലും 2 ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 238ന്റെ 48%. നിങ്ങൾ മറ്റ് കാറ്റഗറി OBC ആണ് 45, അല്ലെ SC/ST ആണ് 40% എന്നൊക്കെ ഉള്ളത് അതാത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം കാണിച്ച വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അതിൽ ഓരോ കാറ്റഗറിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേപ്പറിന്റെ കട്ട് ഓഫും ഓവറോൾ കട്ട് ഓഫും ഞാൻ ഈ പറഞ്ഞ ഇക്വേഷനും ഒക്കെ അവിടെ കാണാനും സാധിക്കും. കൊമേഴ്സിലൊക്കെ കുറേ ചോദ്യങ്ങളുടെ ആൻസർ കീയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒരു ചോദ്യം, ജിയോഗ്രഫി ഒരു ചോദ്യം, ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ. ഹിന്ദിയും മാത്തമാറ്റിക്സും ഒക്കെ 3, 6, 7 ചോദ്യങ്ങൾ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട്. സാധാരണ ഒരു ചോദ്യം 2 ചോദ്യമൊക്കെ മാറ്റം വരാറുള്ളൂ. ഇവിടെ ഡിലീറ്റഡ് ആയ ചോദ്യങ്ങൾ കുറവാണ്, എന്നാൽ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. ഇങ്ങനെ A ആൻഡ് C, B ആൻഡ് C എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓപ്ഷൻസ് B എഴുതിയവർക്കും C എഴുതിയവർക്കും ഒരുപോലെ ശരിയുത്തരത്തിന്റെ മാർക്ക് കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫിസിക്സിലും 6ന്റെ അടുത്ത് ചോദ്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. 72ാമത്തെ ചോദ്യത്തിന് 2 ആൻസറുകൾ ശരിയെന്നായിട്ടുണ്ട്. മറ്റു ചിലതിൽ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പൊളിറ്റിക്കൽ സയൻസിലും 3 ചോദ്യത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയാണ് പ്രസക്തമായിട്ടുള്ള അടുത്ത ചോദ്യം, എന്നാണ് ഇനി റിസൾട്ട് വരിക? സാധാരണ പ്രൊസീജിയർ റെക്ടിഫൈഡ് ആൻസർ കീ വന്നാൽ ഉടനെ തന്നെ വിത്തിൻ 24 to 48 hours ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൈലബിൾ ആവും. അതിനുശേഷം LBSന്റെ ബോർഡ് കൂടിയിട്ട് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ള പ്രോസസ്സിന് അംഗീകാരം നൽകിയാൽ ഉടനെ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. യൂഷ്വലി ഒരു 2 ദിവസത്തിനുള്ളിൽ നടക്കേണ്ട കാര്യമാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് ഇനി മാക്സിമം ഒരു 4-5 ഡേയ്സ് വരെ ആ കമ്മിറ്റി കൂടുന്നതിൻ്റെ ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം വരെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ആഴ്ച തന്നെ എന്തായാലും റിസൾട്ട് വരുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ 5-6 സൈക്കിളുകളിലെ എക്സ്പീരിയൻസും ഇങ്ങനെയാണ്. എന്ത് തന്നെ ആയാലും റിസൾട്ടിനായിട്ട് കാത്തിരിക്കുക. ചെറിയ സ്കോറിനൊക്കെ മിസ്സായവരാണെങ്കിൽ I+ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ ബാച്ചുകൾ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിലേക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. എത്രയും വേഗം പഠിച്ചു തുടങ്ങാനായിട്ട് ക്വാളിഫൈ ചെയ്യാത്തവർ തീരുമാനമെടുക്കുക. ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് നേടിയെന്ന് ഉറപ്പിച്ചവർ എന്തായാലും ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മുന്നോട്ടുള്ള കരിയറിലും ജീവിതത്തിലും ഒക്കെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.